യുദ്ധം കഴിഞ്ഞതിന് ശേഷം, അതായത് മെയ് 10 ശേഷവും നയതന്ത്ര രംഗത്ത് യുദ്ധം തുടർന്നുകൊണ്ട് ആ യുദ്ധത്തിൻ്റെ പട്ടാള മേധാവിയായ ജയശങ്കർ ലൈം ലൈറ്റിൽ വന്നു. മറ്റുള്ളവരൊക്കെ അല്പം പുറകോട്ട് പോയി. സ്വാഭാവികമാണ്. അമിത്ഷായോ രാജ്നാഥ് സിംഗോ ഒന്നുമല്ല ഈ നയതന്ത്ര രംഗത്ത് പെരുമാറുന്നത്, ജയശങ്കറാണ്. ജയശങ്കറിന് പ്രോമിനൻസ് വന്നു. ഇതൊന്ന്. പിന്നെ രാഹുൽ ഗാന്ധി, അദ്ദേഹം സാധാരണ മോദിയാണ് നിരന്തരം ആക്രമിച്ചുകൊണ്ടിരുന്നത്. പുള്ളിയുടെ സെക്കൻഡ് പ്രിഫറൻസ് അദാനിയായിരുന്നു. ജയശങ്കർ ഒരിക്കലും പുള്ളിയുടെ ഫയറിങ് ഇതിൽ ടാർഗറ്റിൽ വന്നിട്ടില്ല. ബട്ട് പെട്ടെന്ന് രാഹുൽ ഗാന്ധി ജയശങ്കറിനെ ഫയർ ചെയ്ത് തുടങ്ങി. അപ്പോൾ വീണ്ടും ജയശങ്കർ തിളങ്ങുന്ന താരമായി. എല്ലാ ശ്രദ്ധയും ജയശങ്കറിലേക്ക് പോയി. കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ജയശങ്കറാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.